നാടിന്റെ നന്മയ്ക്കു വേണ്ടി അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. 1964 മെയ് 31 ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ കെ ചന്ദ്രശേഖറും അമ്മ ആനന്ദവല്ലിയുമാണ്. തൃശൂർ ദേശമംഗലത്തിനടുത്താണ് ഇദ്ദേഹത്തിന്റെ തറവാട്. അച്ഛൻ കെ ചന്ദ്രശേഖർ ഒരു എയർഫോഴ്സ് കമാൻഡറും രാജേഷ് പൈലറ്റിന്റെ പരിശീലകനുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിൽ പഠിച്ചു. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, ചിക്കാഗോയിലെ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. വിനോദ് ധാം ഇദ്ദേഹത്തെ ഇന്റൽ കമ്പനിയിൽ ചേരുവാൻ തിരഞ്ഞെടുത്തു. 1988 മുതൽ 1999 വരെ ഇന്റൽ കമ്പനിയിൽ ജോലി ചെയ്തു. ഇന്റൽ കമ്പനി രൂപകൽപ്പന ചെയ്ത i486 എന്ന പ്രോസസ്സറിന്റെ ആർക്കിടെക്ചറൽ ടീമിന്റെ അംഗമായിരുന്നു ഇദ്ദേഹവും. 1991 ഇന്റൽ കമ്പനിയിലെ ജോലിക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോഴാണ് അഞ്ജുവിനെ വിവാഹം കഴിക്കുന്നത്. വേദ് രാജീവ് ചന്ദ്രശേഖർ, ദേവിക ചന്ദ്രശേഖർ എന്നിങ്ങനെ 2 മക്കളാണ് ഇവർക്കുള്ളത്. വിവാഹശേഷം ഭാര്യാപിതാവിൻ്റെ കമ്പനിയായ BPLൽ ചേരുകയും 1994 BPL മൊബൈൽ സ്ഥാപിക്കുകയും ചെയ്തു. 2005 ഇദ്ദേഹം ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിക്കുന്നത്. ഒരു സംരംഭകൻ എന്ന നിലയിൽ ബെൽഗാമിലെ വിശ്വേശ്വരയ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജീസ് ഇദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ജൂപ്പിറ്റർ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസുമായി നിക്ഷേപങ്ങൾ നടത്തി ഇദ്ദേഹം മാധ്യമരംഗത്തേക്ക് കടന്നു. 2008 ഇദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡും സ്ഥാപിച്ചു. രാജീവ് ചന്ദ്രശേഖർ ധനകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റി PC, 2019 ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ ജോയിന്റ് കമ്മിറ്റി അംഗം, പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ ഉപകേന്ദ്രമന്ത്രി, ബാംഗ്ലൂർ അർബൻ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ആൻഡ് കോർഡിനേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. GST, റിയൽ എസ്റ്റേറ്റ് ബില്ലുകൾ എന്നിവയുടെ രാജ്യസഭ സെലക്ട് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. മോദി മന്ത്രിസഭയിലെ വിവര സാങ്കേതിക മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 2006 മുതൽ 2018 വരെ കർണാടകയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യസഭാ അംഗമായിരുന്നു ഇദ്ദേഹം. 2021 മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഒരു സഹമന്ത്രിയായും ഇദ്ദേഹം പ്രവർത്തിച്ചു. BJPയുടെ ദേശീയ വക്താവും കേരളത്തിലെ NDA ഘടകത്തിന്റെ വൈസ് ചെയർമാനുമായിരുന്നു ഇദ്ദേഹം. ഉണ്ടായ കാലം മുതൽക്കു തന്നെ DYFIയും SFIയുമെല്ലാം യുവാക്കൾക്ക് തൊഴിൽ ദാതാവായി പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. തൊഴിലില്ലായ്മ എന്നു പറഞ്ഞ് 4 നേരവും അലമുറയിടാറുമുണ്ട്. ഒരുപാട് സമരങ്ങളും ഇവർ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഇവർ അഭ്യസ്തവിദ്യരായ കേരളത്തിലെ യുവാക്കളുടെ തൊഴിൽ തട്ടിയെടുക്കുന്ന ഒരു സംഘടനയായി തന്നെ മാറിയിരിക്കുന്നു. എന്നാൽ നമ്മൾ കാണേണ്ടത് രാജീവ് ചന്ദ്രശേഖറും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇവരെ 2 കൈകളും നീട്ടി സ്വീകരിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് വേണ്ട പരിഹാരങ്ങളുണ്ടാക്കാമെന്നും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അവസരം തരാമെന്നുമെല്ലാം അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു. PSC ഉദ്യോഗാർത്ഥികളുടെ ഗതികേടാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. സാധിച്ചു. അത് വേറൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നമ്മൾ 1 വർഷം വിചാരിച്ചിട്ടും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. അതേസമയം നമുക്ക് പ്രധാനമന്ത്രിയെ ഒരു 15 മിനിറ്റ് വിചാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അത് തികച്ചും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞാനത് രാഷ്ട്രീയം പറയുന്നു എന്ന് പറയും. PSC ഉദ്യോഗാർത്ഥികൾക്ക് രാഷ്ട്രീയമില്ല, ജോലിയാണ് അവർക്ക് പ്രധാനം. അതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുവാണ് ഇതിനകത്ത്. നമ്മളുള്ള കാര്യം ഉള്ള പോലെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് പട്ടികയിലുള്ള ആരുടെ ചോദിച്ചാലും പറയും 1 വർഷത്തോളം
കേരളത്തിലെ യുവാക്കൾ 10,000-ഓളം യുവാക്കൾ വിചാരിച്ചിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ നമുക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി PSC എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോടാണ്. ദയവേത് നിങ്ങൾ നമുക്ക് പറ്റിയ പോലത്തെ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതായത് നിങ്ങൾ വെറുതെ ദയവേത് ഇവരെ ആരുടെയും കാല് പിടിക്കാൻ പോകരുത്, അവർ സാധിച്ചു തരില്ല. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. 2006-ൽ സെക്രട്ടറി ജനറൽ എന്ന പദത്തിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇദ്ദേഹം BA, MA, PhD മുതലായവയും കൈവരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇത്രയേറെ വിദ്യാഭ്യാസമുണ്ടായിട്ടും ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ല എന്നതാണ് സത്യം. ഒരു MPക്ക് ശമ്പളമായി ലഭിക്കുന്ന 2,80,000-ഓളം രൂപയും കൂടാതെ മറ്റുള്ള അലവൻസുകളും ഇദ്ദേഹം കൈപ്പറ്റുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിന് ഐക്യരാഷ്ട്രസഭയിലെ ഒരു മുൻ അംഗം എന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുന്നതിന് 50 ലക്ഷം രൂപയോളം കിട്ടുന്നുണ്ട്. കൂടാതെ മറ്റ് യാത്രാ ആനുകൂല്യങ്ങളും ഇദ്ദേഹം കൈപ്പറ്റുന്നു. ഇത്രയേറെ ധനികനായ ഒരു വ്യക്തി തിരുവനന്തപുരത്ത് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ നടത്തിയതായി നിങ്ങൾക്കറിയുമോ? ഇദ്ദേഹത്തെ കൊണ്ട് ഏറ്റവും നന്നായി ചെയ്യുവാൻ പറ്റിയ ജോലികൾ എന്താണെന്ന് വെച്ചാൽ കഴിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിലുള്ള ബുക്കുകൾ എഴുതുക, അതേ ഭാഷയിൽ തന്നെ പ്രസംഗിക്കുക, ഇതൊക്കെയാണ്. ഇതൊന്നും ഒരിക്കലും ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടില്ല. ശശി തരൂർ ഒരു പുസ്തകം എഴുതിയാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തിയും പണവും അദ്ദേഹത്തിൻ്റേതു തന്നെയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ വാദിച്ച് അത് നേടിക്കൊടുക്കുവാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് ഇല്ല. ശശി തരൂർ വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ടിക്കുമെല്ലാം നേട്ടങ്ങളുണ്ടായേക്കാം. എന്നാൽ സാധാരണക്കാരനായ ജനത്തിന് ഒരു നേട്ടവും ഇതുകൊണ്ടില്ല. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ തീർത്തും നിഷ്ക്രിയരാണ്. ഇവർ കൂടാതെ കേരളത്തിലെ മറ്റ് 19 മണ്ഡലങ്ങളിലും ഇതേപോലുള്ള നിഷ്ക്രിയരും നിർഗുണരുമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇരു മുന്നണികളും നമുക്ക് മുൻപിൽ നിർത്തിയിട്ടുള്ളത്. ശശി തരൂർ ഒരു സേവന പ്രവർത്തനം ചെയ്തതായി നമുക്കറിയുകയില്ല. ഇതുവരെ ഒരിടത്തും കണ്ടിട്ടുമില്ല, ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമില്ല. ഇത്രയും നിരുപകാരിയായ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് ലഭിക്കുക? കേരളത്തിലെ മതങ്ങളെ വിഘടിപ്പിച്ചു നിർത്തി കേരളത്തിൻ്റെ ഖജനാവ് കട്ടുമുടിച്ച് പോക്കറ്റും വയറും വീർപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. കമ്മ്യൂണിസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഏതെല്ലാം രാജ്യത്ത് ഭരണത്തിലേറിയിട്ടുണ്ടോ ആ രാജ്യമെല്ലാം പരിപൂർണമായും നശിപ്പിച്ച ശേഷം മാത്രമേ ഇവർ ഭരണത്തിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളൂ. ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതല്ല, നാട്ടുകാർ തല്ലി ഇറക്കിയതാണ്. മതേതരത്വത്തിൻ്റെ മറവിൽ വർഗീയത കാണിക്കുന്ന ഇവരെ ഇനിയും നമ്മൾ തിരഞ്ഞെടുക്കണോ? മതേതരത്വത്തിൻ്റെ പിന്നിൽ രഹസ്യമായി വർഗീയത കാണിച്ച ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നീ 3 മതങ്ങളെയും എന്നും വിഘടിപ്പിച്ചും തമ്മിലടുപ്പിച്ചും സ്ഥാനമാനങ്ങൾ നേടുന്നവരാണ് ഇവർ. കരുണാകരൻ്റെ കാലത്താണ് ന്യൂനപക്ഷ പ്രീണനം തുടങ്ങിയത്. ഇന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ പാത തന്നെ പിന്തുടരുന്നു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കി ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഈ പരിപാടി. ശരിക്ക് ഇവർ തന്നെയല്ലേ കേരളത്തിലെ മതസൗഹാർദ്ദത തകർത്തത്? എത്രത്തോളം സൗഹാർദ്ദത്തോടു കൂടിയാണ് ഈ 3 മതങ്ങളും സമാധാനപരമായി കേരളത്തിൽ ജീവിച്ചു വന്നിരുന്നത്? ഈ 2 പക്ഷങ്ങൾ ഭരണത്തിലേറിയ ശേഷമാണ് കേരളത്തിലെ മതസൗഹാർദ്ദത തകർന്നിട്ടുള്ളത്. ഇസ്ലാമിസ്റ്റ് ഭരണം വന്നാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. ഇങ്ങനെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒരു പടുകുഴിയിൽ വീഴാതെ നിങ്ങൾക്ക് മാറി ചിന്തിക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളെ തന്നെ വിജയിപ്പിക്കണം. നിങ്ങൾക്ക് 5 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഈ സമ്മതിദായക അവകാശം നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ മണ്ഡലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തന്നെ നാശത്തിലേ കലാശിക്കുകയുള്ളൂ. നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ.
രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് ഓരോ വിഷയത്തിലുമുള്ള പാണ്ഡിത്യം. ലോക്സഭയിൽ പോയി ഇങ്ങനെ വായിൽ നോക്കുന്നതിനാണ് ഇദ്ദേഹം 2,80,000-ഓളം രൂപയും DA പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത്. ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ഒരു മനുഷ്യനെ നമ്മൾ ലോക്സഭയിലേക്ക് അയക്കേണ്ടതുണ്ടോ? ശശി തരൂർ തിരുവനന്തപുരത്ത് 15 വർഷത്തോളം ഒരു MP ആയി ഇരുന്നിട്ട് എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഹൈമാസ്റ്റ് ലൈറ്റുകളും മാത്രമാണ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്താൽ കാണകൾ നിറഞ്ഞൊഴുകി റോഡുകൾ മുഴുവനും വെള്ളത്തിൽ മുങ്ങുന്നത് നമുക്ക് കാണാം. ഇതിനു പോലും ഒരു പരിഹാരം കാണാനാകാത്ത ഒരു MPയെ ഇനിയും തിരഞ്ഞെടുത്തതുകൊണ്ട് എന്താണ് ഫലം? ഇവർ പല സ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ബസ് സ്റ്റാൻഡുകൾ എങ്ങനെയാണ് ഇവർ നിർമ്മിക്കുന്നത്? 4 കമ്പികൾ വളച്ചു വെച്ച ഇരിപ്പിടങ്ങളും ഉണ്ടാക്കുന്നു. ഈ ഇരിപ്പിടങ്ങളിൽ പ്രായമായ ആളുകൾക്ക് ഒരിക്കലും ഇരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇനി നിങ്ങൾ കുറ്റം പറയുന്ന BJP ഭരിക്കുന്ന ഗുജറാത്തിലെ ബസ് സ്റ്റാൻഡുകൾ ഒന്ന് നോക്കൂ. അവിടെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് എല്ലായിടത്തും കാണുവാൻ സാധിക്കുക. മലയാളികളെ, നിങ്ങളെപ്പറ്റി ഈ MPമാർ നല്ലവണ്ണം പഠിച്ചിട്ട് തന്നെയാണ് ഓരോ ഇലക്ഷനും വരുന്നത്. കാരണം നിങ്ങൾ മരമണ്ടന്മാരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിലും ഹൈമാസ്റ്റ് ലൈറ്റിലുമെല്ലാം ഇവർ വികസനം ഒളിപ്പിച്ച് വീണ്ടും വീണ്ടും സ്ഥാനമാനങ്ങൾ നേടുന്നത്. നിർഗുണരും നിഷ്ക്രിയരുമായ ഇവരെ പാർലമെന്റിൽ മിണ്ടാതിരുത്തുന്നത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഇവർ മിണ്ടിയാൽ കേരളത്തിൽ വികസനം സാധ്യമാകും. അത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ വികസനം ഉണ്ടാവുകയില്ല. ഇടയ്ക്ക് വർഗീയത എന്നു പറഞ്ഞ് കുറെ മതേതരത്വം പ്രസംഗിക്കാനും പുസ്തകങ്ങൾ എഴുതുവാനും മാത്രമേ ഇവരെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇതൊന്നുമല്ല, ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. എന്നിട്ട് ഭാരതത്തിന് എന്ത് പ്രാതിനിധ്യമാണ് ഐക്യരാഷ്ട്രസഭയിൽ നേടുവാൻ സാധിച്ചത്? ഇന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എത്രത്തോളം പ്രാതിനിധ്യമാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്? മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇന്ന് നൽകുന്ന മൂല്യവും അത്രത്തോളമുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ 18 കൊല്ലത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക്, ഒറ്റ ബ്ലമിഷ് ഇല്ലാത്ത രാഷ്ട്രീയം ഞാൻ ചെയ്ത ആളാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ഡിഫേം ചെയ്ത ആരാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഇതു കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ശശി തരൂരിനോ പന്നിയം രവീന്ദ്രനോ ജനങ്ങളുടെ മുൻപിൽ ഇത്രയും ധൈര്യത്തോടെ കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ സാധിക്കുമോ എന്നാണ്. ശശി തരൂരിൻ്റെയും പന്നിയം രവീന്ദ്രൻ്റെയും വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ജീവിതം ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ നിറഞ്ഞതു തന്നെയാണ്. അല്ല എന്ന് പറയുവാൻ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ പറയട്ടെ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വഭാവശുദ്ധിയുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന പാർട്ടിക്ക് നല്ല ആശയങ്ങളും ആദർശവുമുണ്ട്. അദ്ദേഹത്തിന് നല്ല നേതൃത്വ ഗുണവുമുണ്ട്. ഇതെല്ലാം ഒത്തുചേർന്ന് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ അല്ലേ നമ്മൾ വിജയിപ്പിക്കേണ്ടത്? പന്നിയം രവീന്ദ്രൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി ഒരു നല്ല മനുഷ്യനായിരിക്കാം. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്ന പാർട്ടി അത് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഒന്നും തന്നെ ചെയ്യുവാനും സാധിക്കുകയില്ല. കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. നേതൃത്വ ഗുണമോ പാർട്ടി ഗുണമോ വ്യക്തിപരമായ നല്ല ഗുണങ്ങളോ ഇല്ല. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറാണ് ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥാനാർത്ഥി. ഇവിടെ നമ്മൾ പാർട്ടിയല്ല നോക്കേണ്ടത്, സ്ഥാനാർത്ഥിയുടെ ഗുണമാണ്. ఇరాన్లో హిజాబ్ రచ్చ ఆగడం లేదు. హిజాబ్ ధరించని వారిపై కఠిన శిక్షలు తప్పడం లేదు.